ഇന്നത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ, അതായത് പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, സ്ട്രോക്ക്, അതുപോലെ ഹൃദ്രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, ലിവർ രോഗങ്ങൾ തുടങ്ങി ഒട്ടനവധി ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഈവൻ ക്യാൻസർ വരെ. ഇത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ അവ വരാതിരിക്കാൻ വേണ്ടി നാം ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ചോദ്യം, അല്ലേ? പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ഭക്ഷണത്തിൽ കുറക്കാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ഒരു പരിധിവരെ തടയാൻ കഴിയും. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ നോക്കാം. 3 എസ്സുകളാണ് നമ്മൾ ഭക്ഷണത്തിൽ പ്രധാനമായിട്ടും കുറയ്ക്കേണ്ടത്. ഒന്നാമത്തെ എസ് ഷുഗറാണ്. പഞ്ചസാരയുടെ ഉപയോഗം പരമാവധി കുറക്കുക. രണ്ടാമത്തെ എസ് സാൾട്ടാണ്, ഉപ്പ്. ഉപ്പിന്റെ ഉപയോഗവും പരമാവധി കുറക്കുക. മൂന്നാമത്തെ എസ് സാച്ചുറേറ്റഡ് ഫാറ്റ്, പൂരിത കൊഴുപ്പുകളാണ്. കൊഴുപ്പിന്റെ ഉപയോഗവും പരമാവധി കുറക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ കുറക്കാൻ ശ്രമിച്ചാൽ തന്നെ ഒരു പരിധിവരെ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് കുറക്കാൻ കഴിയും. നമുക്ക് ഉപ്പിന്റെ കാര്യം മാത്രം ഒന്ന് പറയാം. നമ്മൾ പൊതുവെ മലയാളികൾ എന്നല്ല, മലബാറിലെ ആളുകൾ പൊതുവെ മറ്റു ആളുകളെക്കാൾ കൂടുതൽ ഉപ്പ് ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നവരാണ്. ഉയർന്ന രക്തസമ്മർദ്ദം, അതുപോലെ സ്ട്രോക്ക്, അതുപോലെ കിഡ്നി രോഗങ്ങൾ തുടങ്ങിയ ഒട്ടനവധി അസുഖങ്ങൾ വരുന്നത് തടയാൻ നമുക്ക് ഉപ്പിന്റെ ഉപയോഗം കുറക്കുന്നത് മൂലം കഴിയും. നമ്മൾ പൊതുവെ ജീവിതശൈലി രോഗങ്ങളൊക്കെ വന്നു തുടങ്ങി ഹെൽത്ത് കോൺഷ്യസ് ആവുന്ന ഒരു ഘട്ടത്തിലാണ് പൊതുവെ രാത്രിയിലെ അമിതമായ ഭക്ഷണമൊക്കെ ഒന്ന് കുറച്ചിട്ട് നമ്മൾ സാലഡ് ടൈപ്പ് ഫുഡിലേക്ക് മാറും. അപ്പൊ നമ്മൾ ഈ സാലഡ് കഴിക്കുന്ന രീതിയെ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ സാലഡ് കുക്കുംബറൊക്കെ അരിഞ്ഞിട്ട് സാലഡ് കഴിക്കുമ്പോൾ അങ്ങനെ കഴിക്കുന്നതിന് പകരം അതിലേക്ക് കുറച്ചുകൂടി ഉപ്പൊക്കെ വാരി വിതറിയിട്ടാണ് നമ്മൾ കഴിക്കുക. ഈ ഉപ്പെന്ന് പറഞ്ഞാൽ പൊതുവെ ഭക്ഷണത്തിന് ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഞാൻ ഈ പറഞ്ഞ 3 എസ്സുകളും ഭക്ഷണത്തിന്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതായത് ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ പൊതുവെ നാച്ചുറലായി ചേർത്ത് വരുന്ന 3 ഘടകങ്ങളാണ് ഈ സാൾട്ട്, ഷുഗർ, അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റ്, അല്ലെ? നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നത് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് ഉപയോഗിക്കുന്നതും ഭക്ഷണത്തിന്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? അതായത് കഞ്ഞിയിലേക്ക് ഉപ്പിട്ടില്ലെങ്കിൽ പിന്നെ കഞ്ഞി കുടിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ പൊതുവെ കഞ്ഞിയുടെ അല്ലെങ്കിൽ ഏതൊരു ഭക്ഷണത്തിന്റെയും ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റുകളും അല്ലെങ്കിൽ കൊഴുപ്പ് ഉപയോഗിക്കുന്നത്, അല്ലെ? മീൻ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ, മീൻ കറി വെച്ച് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ. അപ്പൊ അവിടെ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് വർദ്ധിക്കും. ഇത്തരത്തിൽ ടേസ്റ്റ് എൻഹാൻസേഴ്സ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ട് ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചേർത്ത് വരുന്ന 3 ഘടകങ്ങളാണ്. ഈ 3 ഘടകങ്ങളുടെയും ഉപയോഗം ഭക്ഷണത്തിൽ ഒന്ന് അല്പം കുറക്കാൻ ശ്രമിച്ചാൽ തന്നെ ഒരു പരിധിവരെ ജീവിതശൈലി രോഗങ്ങൾ തടയാൻ കഴിയും.